الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله إمام المتقين وسيد المرسلين قائم الغر المعجلين وصاحب الشفاعة العظمى يوم الدين أرسله الله بشيرا ونذيرا ورحمة للعالمين فبلغ الرسالة وأدى الأمانة ونصح للأمة وجاهد في الله حق جهاده وتركنا على المحجة البيضاء ليلها كنهارها لا يزيغ عنها إلا هالك فجزاه الله عنا خير ما جزى نبيا عن أمته وصلوات الله وسلامه عليه وعلى آله وصحابته ومن اهتدى بهديه واستمسك بسنته إلى أن يرث الله الأرض ومن عليها وهو خير الوارثين. أما بعد فأوصيكم إخواني وأخواتي ونفسي بتقوى الله ومن يتق الله يجعل له مخرجا ويرزقه من حيث لا يحتسب ومن يتوكل على الله فهو حسبه إن الله بالغ أمره قد جعل الله لكل شيء قدرا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. يا أيها الذين آمنوا اتقوا الله ولتنظر نفس ما قدمت لغد واتقوا الله إن الله خبير بما تعملون ولا تكونوا كالذين نسوا الله فأنساهم أنفسهم أولئك هم الفاسقون. لا يستوي أصحاب النار وأصحاب الجنة أصحاب الجنة هم الفائزون. ആദരണീയരായ സഹോദരന്മാരെ സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ കൽപ്പനകൾ പാലിച്ചുകൊണ്ട് അവൻ്റെ ആജ്ഞാ നിർദ്ദേശങ്ങൾ അംഗീകരിച്ചുകൊണ്ട് ജീവിതത്തിൽ ഉടനീളം ഭക്തിയും തഖ്വയുമുള്ളവരായി ജീവിക്കണമെന്ന് ആദ്യമായി ഉത്ബോധിപ്പിക്കുകയാണ്. മനുഷ്യാവകാശങ്ങളെ സംബന്ധിച്ചാണ് പറഞ്ഞു വന്നത്. അതിൽ ഒരു കാര്യം ഇതിനു മുമ്പ് പറഞ്ഞു, ജീവന്റെ സംരക്ഷണം. അത് മനുഷ്യന്റെ അവകാശങ്ങളിൽ പെട്ടതാണ്. ഇസ്ലാമിൽ അതിന് വലിയ പ്രാധാന്യം നൽകിയിട്ടുണ്ട്. അള്ളാഹു അതിന് അങ്ങേയറ്റം വില കൽപ്പിച്ചിട്ടുമുണ്ട്. ആ ഇനത്തിൽ ഇസ്ലാം പഠിപ്പിച്ച ചില കാര്യങ്ങളാണ് മുമ്പ് പറഞ്ഞത്. ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് അതുപോലെ തന്നെ മനുഷ്യാവകാശങ്ങളിൽ സുപ്രധാനമായ മറ്റൊരവകാശത്തെക്കുറിച്ചാണ്. അത് മനുഷ്യന്റെ ബുദ്ധിപരമായ അവകാശമാണ്. ബുദ്ധിയുടെ സംരക്ഷണം, വിശ്വാസ സ്വാതന്ത്ര്യം, ചിന്താ സ്വാതന്ത്ര്യം, ഇതൊക്കെ മനുഷ്യന്റെ മൗലികമായ അവകാശമായിട്ടാണ് ഇസ്ലാം മനസ്സിലാക്കുന്നത്, പഠിപ്പിച്ചിട്ടുള്ളത്. മനുഷ്യൻ അവന്റെ പ്രത്യേകത തന്നെ ബുദ്ധിയാണ്. ഈ ഭൂമുഖത്തുള്ള മറ്റു ജന്തുജാലങ്ങൾക്കൊന്നും വിശേഷ ബുദ്ധി എന്നൊരു കാര്യമില്ല. ആ വിശേഷ ബുദ്ധി കൊണ്ട് അനുഗ്രഹീതരായത് മനുഷ്യർ മാത്രമാണ്.
അത് അള്ളാഹു അവർക്ക് നൽകിയ ഒരു പ്രത്യേകമായ അനുഗ്രഹമായി എടുത്തു പറയുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് മനുഷ്യന്റെ മഹത്വത്തിന്റെ തെളിവാണ് അവന്റെ ബുദ്ധി. ഖുർആൻ അത് പലയിടത്തും അവനെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. പല കാര്യങ്ങളും ബുദ്ധിപരമായി ചിന്തിച്ചുകൊണ്ടല്ലാതെ മനുഷ്യൻ ബോധമില്ലാതെ വല്ല വഴിയിലൂടെയും പോകുമ്പോൾ അതുണ്ടാക്കുന്ന അനർത്ഥങ്ങൾ അവന്റെ മുമ്പിൽ എടുത്തു കാണിച്ചുകൊണ്ട് ഖുർആൻ അവന്റെ ഈ സവിശേഷത, അള്ളാഹു അവൻ നൽകിയിരിക്കുന്ന ഈ സവിശേഷത അവനെ ഓർമ്മിപ്പിക്കുന്നതിന് വേണ്ടി അഫലാ തഅഖിലൂൻ അഫലാ തതഫക്കറൂൻ, നിങ്ങൾ ചിന്തിക്കുന്നില്ലേ, ബുദ്ധി ഉപയോഗിക്കുന്നില്ലേ എന്നൊക്കെ പറയും. നിനക്ക് അള്ളാഹു ഒരു പ്രത്യേകമായ കഴിവ് നൽകിയിട്ടുണ്ടല്ലോ, നീ എന്തുകൊണ്ട് അത് ഉപയോഗിക്കുന്നില്ല? അത് ഉപയോഗിച്ചിരുന്നെങ്കിൽ നിനക്ക് ഈ മാർഗത്തിലൂടെ പോകാൻ കഴിയുമായിരുന്നില്ലല്ലോ എന്നൊക്കെ അവന്റെ ബുദ്ധിയെ തട്ടി ഉണർത്തുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. ഈ ബുദ്ധിപരമായ അവന്റെ നിലവാരം സൂക്ഷിക്കുന്നതിന് വേണ്ടി ഇസ്ലാം ചില മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് മനുഷ്യർക്കിടയിൽ നന്മ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി ഇസ്ലാം നിർദ്ദേശിക്കുന്ന ചില മാർഗങ്ങൾ. ഒന്ന്, ഹിക്മത്തോടുകൂടി ജനങ്ങളെ ഉപദേശിക്കണം എന്ന് പറയും. എങ്ങനെയെങ്കിലും ഉപദേശിച്ചാൽ പോരാ, അത് അവരുടെ ബുദ്ധിയിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന രൂപത്തിൽ ഉപദേശിക്കണം. ഉദൂ ഇലാ സബീലി റബ്ബിക ബിൽ ഹിക്മ, ബുദ്ധിപരമായി മനുഷ്യന്മാർക്ക് ചിന്തിക്കുവാൻ കഴിയുന്ന രൂപത്തിലാണ് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ടത്. വൽ മൗഇദത്തുൽ ഹസന, അതും അങ്ങനെ തന്നെയാണ്, ബുദ്ധിയുടെ മറ്റൊരു നിലവാരമാണെന്ന് മാത്രം. ആ ബുദ്ധിയോട് ഉപദേശിക്കുവാൻ, ബുദ്ധിപരമായി അവനെ ചിന്തിക്കുവാൻ പ്രേരിപ്പിക്കുവാൻ, ഇങ്ങനെ മനുഷ്യനെ ഉപദേശിക്കുന്നു അല്ലാഹു സുബ്ഹാനഹു വ തആല. അതുപോലെ പരസ്പര സംവാദങ്ങളിൽ ഏർപ്പെടുവാൻ, ജാദിൽഹും ബില്ലത്തി ഹിയ അഹ്സൻ എന്ന് പറഞ്ഞത് മുമ്പ് നാം പറഞ്ഞിട്ടുണ്ട്. ശത്രുവിനെ എങ്ങനെ നേരിടണമെന്ന് പഠിപ്പിക്കുകയാണ് ഖുർആൻ. അവനെ ശക്തി കൊണ്ടല്ല നേരിടേണ്ടത്, ശക്തി കൊണ്ട് നേരിടേണ്ടത് അവസാനമാണ്. ആദ്യം നേരിടേണ്ടത് ബുദ്ധി കൊണ്ടാണ്. ചിന്തിച്ചു നോക്കൂ, എന്താണിത്, എങ്ങനെയാണ് ഇങ്ങനെ എത്തുക, ഇങ്ങനെ ചെയ്യാൻ കഴിയുക എന്നതൊക്കെ അവന്റെ ബുദ്ധിയോട് സമ്മതിച്ചുകൊണ്ടാണ് ആദ്യം ആ രംഗത്ത് പ്രവർത്തിക്കാൻ ഇസ്ലാം പഠിപ്പിക്കുന്നു. അതുകൊണ്ട് ബുദ്ധി, ചിന്ത എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ പ്രകാശമാണെന്ന് പറഞ്ഞിരിക്കുന്നു ചില പണ്ഡിതന്മാർ. ജാഹിദ് എന്ന് പറയുന്ന ഒരു നല്ല ബുദ്ധിപരമായി വളരെ ശ്രേഷ്ഠതയുണ്ടായിരുന്ന വലിയ ഒരു എഴുത്തുകാരനും പണ്ഡിതനുമൊക്കെയായ വ്യക്തി ഉണ്ടായിരുന്നു. അദ്ദേഹം അതിനെക്കുറിച്ച് പറഞ്ഞത് അള്ളാഹുവിന്റെ വക്കീലാണ് ചിന്ത. മനുഷ്യന്റെ അരികിൽ അള്ളാഹുവിന്റെ വക്കീലാണ്. അള്ളാഹുവിനെ കണ്ടെത്തുവാൻ, അവന്റെ മാർഗനിർദ്ദേശം അംഗീകരിക്കുവാൻ അതിനൊരു വക്കീലായി അള്ളാഹു നിശ്ചയിച്ചിരിക്കുകയാണ് ബുദ്ധിയെ, ചിന്തയെ. ആ ബുദ്ധിയും ചിന്തയും ഒക്കെ അവൻ ശരിയായ രൂപത്തിൽ ഉപയോഗിച്ചാൽ അവൻ അള്ളാഹുവിലെത്തും, അള്ളാഹുവിന്റെ കൽപ്പനകൾക്ക് വിധേയമാകുന്നവനാകും. അതിന്റെ ഡ്യൂട്ടി അതാണ്, ബുദ്ധിയുടെ ഡ്യൂട്ടി അതാണ്. അള്ളാഹുവിന് വേണ്ടി വാദിക്കുക, അള്ളാഹുവിന് വേണ്ടി നിലനിൽക്കുക, നിലകൊള്ളുക മനുഷ്യന്റെ കൂടെ എന്ന് പറഞ്ഞിരിക്കുന്നു. ഇതൊരു ബുദ്ധിപരമായ സമീപനമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അഥവാ മനുഷ്യർക്ക് നൽകിയ ഈ ബുദ്ധി മറ്റു ജന്തുജാലങ്ങളിൽ നിന്ന് അവനെ സവിശേഷമാക്കുന്നു. അഥവാ അവൻ അത് ഉപയോഗപ്പെടുത്തുന്നില്ലെങ്കിൽ പിന്നെ അവൻ മൃഗങ്ങളെക്കാൾ താഴ്ന്നവനാകും എന്നാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്. അള്ളാഹു മനുഷ്യർക്ക് നൽകിയിരിക്കുന്ന ഈ ബുദ്ധി അവനെ ഉന്നതനാക്കുന്നു. അഥവാ അവനത് ഉപയോഗിക്കുന്നില്ല, നിഷ്ഫലമാക്കുകയാണ്, ഫലശൂന്യമാക്കി വച്ചിരിക്കുകയാണ് എങ്കിൽ അവൻ മൃഗങ്ങളെക്കാൾ താഴ്ന്നവനാകും. ഖുർആൻ പറയാണ്, ലഹും ഖുലൂബുൻ ലാ യഖിലൂൻ ലാ യഫ്ഖഹൂന ബിഹാ, അവർക്ക് ഹൃദയങ്ങളുണ്ട്, ലാ യഫ്ഖഹൂന ബിഹാ,
അവരതുകൊണ്ട് ചിന്തിക്കുന്നില്ല. ബുദ്ധിയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ബുദ്ധി കൊണ്ട് അവർ ചിന്തിക്കുന്നില്ല. വലഹും അഅ്യുനുൻ ലാ യുബ്സിറൂന ബിഹാ, അവർക്ക് കണ്ണുകളുണ്ട് പക്ഷെ കാണുന്നില്ല. വലഹും ആദാനുൻ ലാ യസ്മഊന ബിഹാ, അവർക്ക് കാതുകളുണ്ട് പക്ഷെ അവർ കേൾക്കുന്നില്ല. മനുഷ്യനെ ചിന്തിപ്പിക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. ഉലൈക കൽ അൻആം, അവർ കാലികളെ പോലെയാണ്. ബൽ ഹും അവൽ, അല്ല, അതിനേക്കാൾ വഴിപിഴച്ച, അതിനേക്കാൾ താഴ്ന്നവരാണ്. കാലികളെക്കാൾ താഴ്ന്നവർ. നിലവാരം വെച്ച് നോക്കിയാൽ കാലികളെക്കാൾ താഴ്ന്നവരാണ്. കാലികൾക്ക് ഒരു ജന്മവാസനയുണ്ട്. അവർ എന്തിനു വേണ്ടി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നുവോ ആ സൃഷ്ടിക്കപ്പെട്ട ലക്ഷ്യത്തിലേക്ക് അവർ ജന്മന പോകുവാനുള്ളൊരു വാസന. മനുഷ്യർക്ക് അല്ലാഹു വിശേഷ ബുദ്ധി നൽകിയതിനാൽ ഈ ജന്മവാസനയല്ല അവനെ നയിക്കേണ്ടത്. ബുദ്ധി ഉപയോഗിച്ച് ചിന്തിച്ചുകൊണ്ടാണ് അവന്റെ മാർഗം അവൻ തിരഞ്ഞെടുക്കേണ്ടത്. അഥവാ അവനത് ഉപയോഗിക്കുന്നില്ലെങ്കിൽ അവൻ കാലികളെക്കാൾ മോശമാകും. കാരണം ഈ രംഗത്ത് ഒരു ജന്മവാസന പോലും അവന് ലഭിക്കുന്നില്ല. അപ്പൊ അവൻ എന്തെങ്കിലുമൊക്കെ ചെയ്യും. അതാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ലോകത്ത് നാം കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. മനുഷ്യൻ ബുദ്ധി ഉപയോഗിക്കാതിരിക്കുമ്പോൾ ലോകത്തെ ഏറ്റവും നികൃഷ്ട ജീവിയായി അവൻ മാറുന്നു. ഇപ്പോ നാം കാണുന്നില്ലേ ഗസയിലും മറ്റുമൊക്കെ നടക്കുന്നത്? ലോകത്തൊരു മനുഷ്യന്റെയും മാനുഷികമായ വികാരങ്ങളെ പരിഗണിക്കാതെ ചെറിയ ചെറിയ പിഞ്ചു കുഞ്ഞുങ്ങളെയും പെണ്ണുങ്ങളെയും കുട്ടികളെയും ഒക്കെ വൃദ്ധന്മാരെയും ഒക്കെ പഠിക്കുന്ന സ്കൂളുകളിലും ആശുപത്രികളിലും സർവ്വസ്ഥലങ്ങളിലും ബോംബ് വർഷിച്ച് കണ്ടമാനം കൊന്നൊടുക്കുകയാണ്. എന്തുകൊണ്ടാണിത്? ഒരു മനുഷ്യൻ എങ്ങനെ ഇത്ര താഴുവാൻ കഴിയുന്നത്? ചിന്താപരമായി ഇത്ര നികൃഷ്ടനാകുവാൻ എങ്ങനെയാണ് ഒരു മനുഷ്യന് കഴിയുന്നത്? അവൻ അസ്ഫലുസാഫിലീനാവുകയാണ്. താഴ്ന്നവരിൽ ഏറ്റവും താഴ്ന്നവനായി അവൻ മാറുകയാണ്. അതാണ് മനുഷ്യന്റെ അവസ്ഥ. അവൻ ബുദ്ധി ഉപയോഗിക്കുന്നില്ലെങ്കിൽ അവൻ അങ്ങനെയൊക്കെ ആകാൻ കഴിയും. അതാണ് അവന്റെ കഥ. ഇതാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ഈ ബുദ്ധിയെ ഉപയോഗിക്കാൻ ഖുർആൻ പഠിപ്പിക്കുന്നു. അഥവാ അതിനെ ഉപയോഗശൂന്യമാക്കി വെക്കുകയാണെങ്കിൽ അതൊരു കുറ്റമായിട്ടാണ് ഖുർആൻ എടുത്തു പറയുന്നത്. ബുദ്ധി ഉപയോഗിക്കാതെ ഉപയോഗശൂന്യമാക്കി വെക്കുന്നത് അപകടത്തിലേക്ക് അവനെ നയിക്കും. അതുകൊണ്ട് അതൊരു കുറ്റവുമാണ് എന്ന് ഖുർആൻ പറയാണ്. വഖാലു, അതായത് നരകവാസികളായ ആളുകൾ പറയുകയാണ്, ലൗ കുന്നാ നസ്മഉ ഔ നഅഖിലു മാ കുന്നാ ഫീ അസ്ഹാബിസ് സഈർ, ഞങ്ങൾ കേൾക്കുകയും ചിന്തിക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ ഈ നരകത്തിൽ ഞങ്ങൾ എത്തുമായിരുന്നില്ലല്ലോ. മാ കുന്നാ ഫീ അസ്ഹാബിസ് സഈർ ഫഅ്തറഫൂ ബിദംബിഹിം, അങ്ങനെ അവർ അവരുടെ കുറ്റം ഏറ്റുപറഞ്ഞു. അവർ അംഗീകരിച്ചു, ഞങ്ങൾ കുറ്റവാളികളായിരുന്നു. എന്താണ് ചെയ്ത കുറ്റം? കേട്ടില്ല, ചിന്തിച്ചില്ല. നാട്ടിൽ കൂടിയൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ടായിരുന്നു. പല ആളുകളും പല കാര്യങ്ങളും പഠിപ്പിക്കുവാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. അവിടേക്കൊന്നും ഞങ്ങൾ ചെവി കൊടുത്തില്ല. ചെവി കൊടുക്കുക എന്നത് ചിന്തിക്കുന്നതിന്റെ ആദ്യ ഭാഗമാണ്. കാണുക, കേൾക്കുക എന്നത് ചിന്തയുടെ തുടക്കമാണ്. കാണുമ്പോൾ അതിൽ നിന്നാണ്, കേൾക്കുമ്പോൾ അതിൽ നിന്നാണ് ചിന്ത വരുന്നത്. ആ ചിന്തയെ ഉപയോഗപ്പെടുത്താതിരിക്കുന്നു. അങ്ങനെയുള്ള കുറ്റമാണ് ഞങ്ങൾ ചെയ്തത് എന്ന് പരലോകത്ത് വെച്ച് അവർ സമ്മതിക്കും. ഞങ്ങളുടെ കുറ്റം, അവരുടെ കുറ്റം. അവിടെ വെച്ച് കുറ്റം സമ്മതിച്ചിട്ട് കാര്യമില്ല. മറ്റൊരിടത്ത് ഖുർആൻ പറയാണ്, വലാ തഖ്ഫു മാ ലൈസ ലക ബിഹി ഇൽമുൻ ഇന്ന അസ്സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല. അല്ലാഹു സുബ്ഹാനഹു വതആല നിനക്ക് ചിന്തിക്കാൻ ബുദ്ധി നൽകി. അതിന് പാകപ്പെടുവാൻ അതിനാവശ്യമായ മറ്റു സഹകാര്യങ്ങൾ കൂടി നിനക്ക് അവൻ നൽകിത്തുന്നു. അതായത് കേൾക്കുവാനുള്ള കാതും കാണുവാനുള്ള കണ്ണുമൊക്കെ നിനക്ക് അവൻ തന്നു. ഇതിലൊന്നും നീ ശരിയായ രൂപത്തിൽ ഉപയോഗിച്ചില്ലെങ്കിൽ അള്ളാഹു നിന്നോട് അതിനെക്കുറിച്ച് ചോദിക്കും. നിന്റെ കണ്ണ് നീ എന്തിനുപയോഗിച്ചു? നിന്റെ കാത് നീ എന്തിനുപയോഗിച്ചു?
അതിലൂടെ ലഭിക്കുന്ന വിജ്ഞാനങ്ങൾ നിന്റെ ബുദ്ധിയിലിട്ട് പരിശോധിച്ച് നന്മ ഏതാണ് തിന്മ ഏതാണെന്ന് പരിശോധിച്ച് കണ്ടെത്തുവാൻ നീ നിന്റെ ബുദ്ധിയെ ഉപയോഗിച്ചോ, അതല്ല അതിനെ മാറ്റിവെച്ചോ എന്ന് അള്ളാഹു നിന്നോട് ചോദിക്കുമെന്നാണ് ഖുർആൻ പറയുന്നത്. അപ്പൊ മനുഷ്യർക്ക് വലിയ ഒരു ഉത്തരവാദിത്തമാണ് നൽകിയിരിക്കുന്നത്. ചിന്തിക്കുക എന്നത് മനുഷ്യന്റെ നിർബന്ധമായ കാര്യമാണ്. ചിന്ത അവനെ നന്മയിലേക്ക് മാത്രമേ നയിക്കുകയുള്ളൂ. അതുകൊണ്ട് ചിന്തിക്കാതെ എന്തെങ്കിലും പിൻപറ്റുക എന്ന് പറയുന്നത് മൂഢന്മാർക്ക് മാത്രം ചേർന്ന കാര്യമാണ്. അന്ധമായ അനുകരണം ഇസ്ലാം അനുവദിക്കുന്നില്ല. ഇപ്പോൾ ചില ആളുകൾ പറയാറുണ്ട്, ദീനിന്റെ കാര്യത്തിൽ അവർ മുമ്പ് കഴിഞ്ഞു പോയ ഉലമാക്കന്മാർ പറഞ്ഞതിനെ ഞങ്ങൾ അന്ധമായി അനുകരിക്കുന്നവരാണ്, തഖ്ലീദിന്റെ ആൾക്കാരാണ് ഞങ്ങൾ. എന്തൊരു വിധി വൈപരീത്യമാണിത്! ഞങ്ങൾ സ്വതന്ത്രമായി ചിന്തിക്കുകയില്ല, ചിന്തിക്കാത്തവരാണ് എന്ന് പരസ്യമായി അഭിമാനത്തോടു കൂടി ഏറ്റുപറയുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ പഠിപ്പിച്ചത് ചിന്തിക്കുവാനാണ്, അന്ധമായി ഒരു കാര്യവും അംഗീകരിക്കാതിരിക്കുവാനാണ്. പാരമ്പര്യവാദികളായ ആളുകൾ ഉണ്ടാവും, എല്ലാ കാലത്തും കാണാം. ഞങ്ങളുടെ കാരണവന്മാര് പറയുന്നത് പോലെ മാത്രമേ ചെയ്യുകയുള്ളൂ, ഇപ്പൊ പുതിയ ഒന്നും ഞങ്ങൾക്ക് വേണ്ട, പുത്തൻ പ്രസ്ഥാനമൊന്നും ഞങ്ങൾക്ക് വേണ്ട എന്ന് പറയുന്നവർ. ഇവർ യഥാർത്ഥത്തിൽ ചെയ്യുന്നത് എന്താണ്? ഞങ്ങൾക്ക് ഞങ്ങളുടെ പൂർവ്വപിതാക്കന്മാർ ചെയ്ത ആ മാതൃകയുണ്ട്, ആ മാതൃകയിൽ ഞങ്ങൾ അങ്ങനെ പോകും, അത് ശരിയാണോ തെറ്റാണോ എന്നൊന്നും ഞങ്ങൾ ചിന്തിക്കുകയില്ല എന്നാണ്. പരസ്യമായി തങ്ങളുടെ ബുദ്ധിപരമായ അവസ്ഥ അവർ തുറന്നു കാണിക്കുകയാണ്. ഞങ്ങൾക്ക് ചിന്തിക്കാനുണ്ടാവുകയില്ല. പണ്ടുള്ളവർ ഖുർആൻ ചോദിക്കുന്നുണ്ട്, അവലൗ കാന ആബാഉഹും ലാ യഅഖിലൂന ശൈഅൻ വലാ യഹ്തദൂൻ. അവരുടെ പിതാക്കന്മാർ ഒന്നും ചിന്തിക്കാത്തവരും നേർമാർഗത്തിൽ എത്താത്തവരുമാണെങ്കിലും ആ വഴിവിളച്ച മാർഗം തന്നെ ആയിരിക്കുമോ ഇവരെ പിൻപറ്റുക? അന്ധമായ അനുകരണം എന്നത് ഇസ്ലാം പഠിപ്പിക്കുന്നതല്ല. ഒരാളെയും അന്ധമായി അനുകരിക്കാൻ പാടില്ല. അപ്പോൾ ചോദിക്കാം, ദീനിനെ കുറിച്ച് വിവരമൊന്നുമില്ലാത്ത, ദീനിന്റെ അടിസ്ഥാന സ്രോതസ്സുകളായ ഖുർആൻ സുന്നത്ത് പോലെയുള്ള കാര്യങ്ങളൊന്നും നേർക്കുനേരെ സ്വന്തമായി പഠിക്കുവാനും വായിക്കുവാനും മനസ്സിലാക്കുവാനും കഴിയാത്ത പാവങ്ങളായ ആളുകൾ പിന്നെന്ത് ചെയ്യും? അവർക്ക് പോലും അന്ധമായി അനുകരിക്കാൻ അനുവാദം നൽകുന്നില്ല. സാധാരണ മനുഷ്യൻ അങ്ങനെ ചെയ്യാറില്ലല്ലോ. ഒരാൾക്കൊരു കുട്ടിയുണ്ട്, ആ കുട്ടിക്കൊരു രോഗം, ഒരു ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയി. ആ ഡോക്ടർക്ക് അതിനെക്കുറിച്ച് വേണ്ട മാതിരി മനസ്സിലായില്ല, എന്നാലും അദ്ദേഹം അത് ഇന്ന കാര്യങ്ങളായിരിക്കും എന്ന് സംശയം പ്രകടിപ്പിച്ചു. ശരി, ആ ഡോക്ടർക്കും അറിയില്ല എന്ന് പറഞ്ഞിട്ട് ഇവര് അവിടെ ഇരിക്കുമോ? ഇവൻ വേറൊരു ഡോക്ടറെ അടുത്ത് പോകും. ആ ഡോക്ടർ പറഞ്ഞതും അവന് വിശ്വാസമായില്ല. കുറച്ചു നാളൊക്കെ ചികിത്സിച്ചു നോക്കി, അതുകൊണ്ട് മാറ്റമില്ല. ആ മനുഷ്യനും എന്റെ കുട്ടിയുടെ രോഗം മനസ്സിലായിട്ടില്ല എന്ന് കരുതി വേറൊരുത്തന്റെ അടുത്ത് പോകും. ഇതല്ലേ സാധാരണ മനുഷ്യന്മാർ ചെയ്യാറുള്ളത്? അവരവരുടെ മർമ്മസ്പർശിയായ കാര്യങ്ങളിലൊക്കെ മനുഷ്യൻ അവന്റെ ബുദ്ധിയെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ഇതുപോലെ തന്നെ ദീനിന്റെ കാര്യത്തിലും വേണം. ഒരു പണ്ഡിതനോട് പോയി ചോദിച്ചു, അദ്ദേഹം ഇന്ന കാരണങ്ങളാൽ ഇന്ന രൂപത്തിലാണ് എന്ന് പറഞ്ഞു. അത് അയാൾക്ക് മനസ്സിന് തൃപ്തിയായില്ല. വേറൊരു പണ്ഡിതന്റെ അടുത്ത് പോകണം, പിന്നെയും പോകണം, അന്വേഷിച്ചുകൊണ്ടിരിക്കണം. ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കണ്ടെത്തൽ. അതാണ് മനുഷ്യന്റെ ബുദ്ധിയെ ഉപയോഗിക്കുക എന്ന് പറയുന്നത്. ഇങ്ങനെ ബുദ്ധിയെ ഉപയോഗപ്പെടുത്തണം, ഉപയോഗപ്പെടുത്താതെ മാറ്റി അത് വെക്കുവാൻ പാടില്ല. അത് ഭൂതപ്പിടിക്കാൻ അനുവദിക്കാൻ പാടില്ല. ബുദ്ധി മുമ്പ് ഞാനൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ പണ്ഡിതന്മാർ ഇത് സംബന്ധിച്ചുള്ള ചിന്തകന്മാരും പഠിച്ച ശാസ്ത്രകാരന്മാരും ഒക്കെ പറയുന്നത്, ബുദ്ധിയെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു വ്യക്തി പോലും അതിന്റെ 5% മാത്രമേ ഉപയോഗപ്പെടുത്തുന്നുള്ളൂ എന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിരിക്കുന്ന ഈ ബുദ്ധിയുടെ 5% അതിനെ ഉപയോഗപ്പെടുത്തുന്ന ഒരാൾ തന്നെ ഉപയോഗിക്കുന്നുള്ളൂ. ബാക്കിയുള്ള സാധാരണക്കാർ ഒന്നും ഉപയോഗിക്കാത്തവരാണ്. അതൊക്കെ വെറുതെ അവിടെ കിടക്കുകയാണ്. അള്ളാഹു നൽകിയിരിക്കുന്ന ഈ വലിയ അനുഗ്രഹം ഒട്ടും അതിലേക്ക് തിരിഞ്ഞു നോക്കാതെ അത് അവിടെ വെച്ച് ഭൂതപ്പിടിച്ചു പോവുകയാണ്. ചിലപ്പോൾ നമ്മുടെ കുട്ടികളെ സംബന്ധിച്ചുമൊക്കെ ചില ആളുകൾ പറയാറുണ്ട്. അതിനു വേണ്ടിയാണ് ഞാനിത് പറഞ്ഞത്.
മദ്രസകളിലേക്കും മറ്റുമൊക്കെ കുട്ടികളെ അയച്ചാൽ അത് കുട്ടികൾക്ക് സ്കൂളിൽ വെച്ച് തന്നെ ധാരാളം പഠിക്കാനുണ്ട്. പിന്നെ മദ്രസയിലും കൂടി പോയിട്ടുള്ള സമയം മുഴുവൻ ഇതിനൊക്കെ വേണ്ടി ഉപയോഗിച്ചാൽ ഇവന്റെ ബുദ്ധി ഇതെല്ലാം കൂടി ഉൾക്കൊള്ളാൻ കഴിയില്ല. അപ്പൊ അവരുടെ സ്കൂളിൽ മോശമാകും, അതുകൊണ്ട് ഖുർആനും സുന്നത്തും പഠിക്കാൻ പോയാൽ തകരാറാണ് എന്നാണ് വിചാരിക്കുന്നത്. ഇത് മൂഢതയാണ്, സത്യമല്ല, യഥാർത്ഥത്തിൽ തന്നെ സത്യമല്ല. മുസ്ലിങ്ങളെ, ഇസ്ലാമിന്റെ വക്താക്കളെ ഇസ്ലാമിൽ നിന്ന് വ്യതിചലിപ്പിക്കുന്നതിന് വേണ്ടി ഓരോരുത്തരും പറഞ്ഞു വരുത്തുന്ന കള്ളത്തരങ്ങളാണ്. ബുദ്ധി എത്ര കൂടുതൽ ഉപയോഗിക്കുന്നുവോ അത്രയും അത് വിശാലമായിക്കൊണ്ടിരിക്കും, അത്രയും അത് കൂടുതൽ ഉപയോഗക്ഷമമായിക്കൊണ്ടിരിക്കും. ഒരു നാശവും അതിന്റെ പേരിൽ ഒരു കുട്ടിക്കും വരാനില്ല എന്നതാണ് സത്യം. ഇപ്പൊ ബുദ്ധിയെ ഉപയോഗിക്കണം. അന്ധമായി ഒരു കാര്യത്തെയും സ്വീകരിക്കാൻ പാടില്ല. നമ്മുടെ നാട്ടിൽ ചിന്തിച്ചു നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും മുസ്ലിംകളുടെ അവസ്ഥ. അവർ ചിന്താപരമായി വളരെ താഴ്ന്ന ഒരു പതനത്തിലാണ്. അവരുടെ നിലവാരം വളരെ താഴെയാണ്. എന്തുകൊണ്ടാണത്? പരിശുദ്ധ ഖുർആൻ ഇത്രയേറെ ബുദ്ധിയെ ഉപയോഗിക്കുവാൻ അവരെ പ്രേരിപ്പിക്കുകയും പക്ഷെ അവരതിൽ നിന്ന് മാറി നിൽക്കുകയും ചെയ്യുന്നു. എന്ന് മാത്രമല്ല, ചിന്തിക്കരുത് എന്നവർ സമൂഹത്തെ പഠിപ്പിക്കുന്നു. നമ്മുടെ പണ്ഡിതന്മാർ അതല്ലേ പഠിപ്പിക്കുന്നു, ചിന്തിക്കരുത്, ആലോചിക്കുകയും പഠിക്കുകയും ഒന്നും ചെയ്യരുത്. അവരെന്തോണോ പറഞ്ഞു തരുന്നത് അത് മാത്രം സ്വീകരിക്കണമെന്ന്. ഇത് ഇസ്ലാം പഠിപ്പിക്കുന്നതല്ല. ഒരു മാർഗവും അള്ളാഹുവിങ്കൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുകയില്ല എന്ന് ഖുർആൻ വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നു. പടച്ച തമ്പുരാനെ അവർ വഴിവഴപ്പിച്ചതാണ് ഞങ്ങളെ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ വക്കൽ നിന്ന് നാളെ രക്ഷപ്പെടാൻ കഴിയോ? എന്തിന്? ഇവന്റെ ബുദ്ധി എന്തിനു അവൻ ഉപയോഗിച്ചില്ല? അതാണ് പ്രശ്നം. അതുകൊണ്ട് ആരുടെ പിന്നാലെ പോകുന്നു, എവിടേക്ക് പോകുന്നു എന്നതൊക്കെ വളരെ വ്യക്തമായും ആലോചിച്ച് തീരുമാനിച്ചെടുക്കുന്ന തീരുമാനങ്ങളാവണം. ഞങ്ങൾ അങ്ങനെ പോയി, അതുകൊണ്ട് പഠിച്ചവന്റെ പക്കൽ നിന്ന് രക്ഷപ്പെടും എന്നൊന്നും വിചാരിക്കാൻ പാടില്ല. ഒരു അന്ധമായ അനുകരണവും ഇസ്ലാം അനുവദിക്കുന്നില്ല ആരെയും. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പറയാണ്, ലാ തകൂനു ഇബ്ബഅ തഖൂലൂന ഇൻ അഹ്സന الناس അഹ്സന വഇൻ ളലമു ളലംന ബൽ വത്തിനു അൻഫുസകും ഇൻ അഹ്സന الناس അഹ്സനു വഇൻ അസാഉ ഫലാ തظലിം. നിങ്ങൾ ഞാനും അവന്റെ കൂടെ എന്ന രൂപത്തിലുള്ള ഒരു രീതി സ്വീകരിക്കരുത്. ഇമ്മ എന്ന് പറയുന്നത് അവൻ അങ്ങനെയാണെങ്കിൽ ഞാനും അവന്റെ കൂടെ എന്ന രൂപത്തിൽ. ജനങ്ങൾ നന്മ ചെയ്യുകയാണ്, ഞാനും ജനങ്ങളുടെ കൂടെ നന്മ ചെയ്യും. ജനങ്ങൾ അക്രമമാണ് പ്രവർത്തിക്കുന്നെങ്കിൽ ഞാനും അവരുടെ കൂടെ അക്രമം പ്രവർത്തിക്കും. ഞാൻ ജനങ്ങളുടെ കൂടെയാണ്. ആ രൂപത്തിലുള്ളൊരു ജനപക്ഷം ഇസ്ലാം അംഗീകരിക്കുന്നില്ല. പൊതുജനം തിന്മയാണ് ഇഷ്ടപ്പെടുന്നതെങ്കിൽ ആ തിന്മയുടെ കൂടെ നിൽക്കാൻ പാടില്ല. മറിച്ച് വത്തിനു അൻഫുസക്കും, നിങ്ങളുടെ മനസ്സിനെ ഒരിടത്ത് ഉറപ്പിച്ചു നിർത്തുക എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പറയുന്നത്. എവിടെയാണ് ഉറപ്പിച്ചു നിൽക്കേണ്ടത്? നന്മയുടെ ഭാഗത്തായിരിക്കണം നിങ്ങൾ. ജനങ്ങൾ നന്മ ചെയ്യുമ്പോൾ ഞാൻ അവരുടെ കൂടെ നന്മ ചെയ്യും. ജനങ്ങൾ അക്രമമാണ് ചെയ്യുന്നതെങ്കിൽ ഞാൻ അക്രമം ചെയ്യുകയില്ല. അവിടേക്ക് ഞാനില്ല, അതിന് ഞാനില്ല. ഇവിടെയാണ് നന്മയുടെ ഭാഗത്താണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് ജനങ്ങൾ ഇവിടെ ആയതുകൊണ്ടല്ല. ഇതാണ് സത്യം, ഇതാണ് ധർമ്മം, ഇതാണ് നീതി എന്ന് ഞാൻ മനസ്സിലാക്കുന്നത് കൊണ്ടാണ് എന്നതാണ് ബുദ്ധിപരമായ നിലപാട് എന്നാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ആ നിലപാട് സ്വീകരിക്കണം. ഓരോ കാര്യങ്ങളെ സംബന്ധിച്ചും ചിന്തിച്ചും ബുദ്ധി ഉപയോഗിച്ചുകൊണ്ടാണ് ഒരു മുസ്ലിം പ്രവർത്തിക്കേണ്ടത്. ബുദ്ധി ഉപയോഗിക്കുന്നില്ലെങ്കിൽ അവർ പിന്നാക്കം തള്ളപ്പെടും. വ്യക്തികൾ പിന്നാക്കം തള്ളപ്പെടുമ്പോൾ സമൂഹം പിന്നാക്കം തള്ളപ്പെടും. കൊള്ളരുതാത്ത ഒരു ജനതയായി അവർ വിശേഷിപ്പിക്കപ്പെടും. നാം ഇന്ന് കാണുന്നില്ലേ? എന്തുകൊണ്ടാണിത്? ഒക്കെ കാരണം ഇതാണ്. ബുദ്ധി ഉപയോഗിക്കുന്നില്ല, സ്വതന്ത്രമായി ചിന്തിക്കുന്നു. ഇവിടെ നമുക്ക് ഒരു കാര്യം ഈ സമയത്ത് പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. ചിന്ത എന്ന് പറഞ്ഞാൽ ഇസ്ലാം അതിന് വലിയ പ്രാധാന്യം കൽപ്പിക്കുന്നുണ്ട്. പക്ഷെ അതോടൊപ്പം ഒരു മസ്ഊലിയത്ത്, ഒരു ഉത്തരവാദിത്വവും അതിന്റെ കൂടെ ഉണ്ടാകും.
സ്വാതന്ത്ര്യം എവിടെയുണ്ടോ അവിടെ ഉത്തരവാദിത്വം ഉണ്ടാവണം. അതിനെ യഥാർത്ഥത്തിൽ സ്വാതന്ത്ര്യം എന്ന് പറയുകയുള്ളൂ. മറ്റൊന്ന് സ്വാതന്ത്ര്യമല്ല, അടിമത്വമാണ്. മനസ്സിന്റെ ഇച്ഛയുടെ അടിമത്വം സ്വീകരിക്കലാണ്. യഥാർത്ഥ സ്വാതന്ത്ര്യം പരിമിതികൾ മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കുക എന്നതാണ്. ഇത് ആധുനിക ചിന്തകന്മാരായ പല ആളുകളും പല രൂപത്തിൽ ഇത് വിവരിച്ചിട്ടുണ്ട്. സ്വാതന്ത്ര്യം എവിടെയുണ്ടോ അവിടെ പരിമിതികളുണ്ട്. ആ പരിമിതികൾ എവിടേക്കാണ്, എന്തിനാണ്, എങ്ങനെയാണ് ഞാൻ ചെയ്യേണ്ടത് എന്നത് ഉപയോഗിച്ചു പ്രവർത്തിക്കുക എന്നതാണ് സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. ഇല്ലെങ്കിൽ അതിന് ഫൗള അല്ലെങ്കിൽ അരാജകത്വം എന്നാണ് അതിന് പറയുക. ഓരോരുത്തരും തോന്നിയതുപോലെ എന്തെങ്കിലും ചെയ്യാൻ പുറപ്പെട്ട സ്വാതന്ത്ര്യമല്ല, അരാജകത്വം. ആ അരാജകത്വം ഇസ്ലാം അംഗീകരിക്കുന്നില്ല. എന്നാൽ ബുദ്ധിയുടെ സ്വാതന്ത്ര്യം അനുവദിക്കുകയും ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, വലാ യസാലൂന മുഖ്തലിഫീൻ എന്ന് പറഞ്ഞല്ലോ. ഇല്ലാ മൻ റഹിമ റബ്ബുക്. ജനങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും. അതിനെ നാം ഭയപ്പെടേണ്ടതില്ല. ചിലപ്പോൾ ചില ആളുകൾ വിചാരിക്കും, ഞാൻ എത്തിച്ചേർന്നിരിക്കുന്ന ഒരു നിഗമനം ഒരു വിഷയത്തെക്കുറിച്ച് അത് തന്നെയാണ് 100% ശരി. അതല്ലാത്ത മറ്റൊന്നൊരാൾ പറയുമ്പോൾ അവിടെ ഇവൻ പരിഭ്രാന്തനാവുകയോ അല്ലെങ്കിൽ അതിനെതിരിൽ ഇളകി വശാവുകയോ ഒക്കെ ചെയ്യും. അതിന്റെ കാര്യമില്ല. അതൊരു ചിന്തയാണ്. ഒരുപക്ഷെ അതായിരിക്കും ചിന്ത ശരി എന്നത് അവർക്ക് വകവെച്ചു കൊടുക്കുന്ന ഒരവസ്ഥയിലാണ് നമ്മുടെ ചിന്ത എത്തേണ്ടത്. ബുദ്ധിപരമായ സൗകര്യങ്ങൾ എല്ലാവർക്കും കൊടുക്കണം. വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ കേൾക്കുമ്പോഴേക്കും ആകെക്കൂടി പരിഭ്രാന്തരാകാൻ പാടില്ല, അല്ലെങ്കിൽ അതിനെതിരെ ജോഷ് കൊള്ളുവാൻ പാടില്ല. അതൊരു വീക്ഷണമാണ്. ഒരുപക്ഷെ അതായിരിക്കാം ശരി. അതുകൊണ്ടാണ് മുശാവറ നടത്തണം എന്ന് ഖുർആൻ പഠിപ്പിക്കുന്നത്. വ്യത്യസ്ത ചിന്തകൾ വരണം. വ്യത്യസ്ത ചിന്തകൾ വരുമ്പോൾ അതിൽ നിന്നാണ് ശരിയായ ഒരു ചിന്ത രൂപപ്പെട്ടു വരുന്നത്. നമുക്ക് ചിന്തിച്ചാൽ വളരെ വേഗത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്, എനിക്കൊരു വിഷയത്തെക്കുറിച്ച് ഞാൻ ധാരാളം ഇരുന്ന് ചിന്തിച്ചാൽ പോലും അതിന്റെ ചില വശങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്ന് വരാം. മറ്റൊരാളുമായി അത് സംവദിക്കുമ്പോൾ അല്ലെങ്കിൽ അത് ചർച്ച ചെയ്യുമ്പോൾ ആ ഒരു പോയിന്റ് അയാളിൽ നിന്ന് വരുമ്പോൾ നമുക്കത് ബോധ്യമാകും. ഞാൻ ആ വിഷയം മനസ്സിലാക്കിയിട്ടില്ല, അതെനിക്ക് മുമ്പ് മനസ്സിലായിട്ടില്ല, അതൊരു പുതിയ പോയിന്റാണ് എന്ന് മനസ്സിലാവും. അപ്പോഴാണ് യഥാർത്ഥത്തിൽ മറ്റുള്ള ആളുകളുടെ ചിന്തക്ക് വില കൽപ്പിക്കുവാൻ നമുക്ക് കഴിയുന്നത്. വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉണ്ടാവട്ടെ, വരട്ടെ. അതൊരു മോശമായ കാര്യമൊന്നുമല്ല. പണ്ട് ചൈനയിലെ ഉണ്ടായതുപോലെയുള്ള പുഷ്പങ്ങളാകാൻ പാടില്ല. അതായത് പുഷ്പങ്ങൾ മുഴുവൻ വ്യത്യസ്ത പുഷ്പങ്ങൾ വിരിയട്ടെ എന്ന് പറഞ്ഞിട്ട് പിന്നെ വിരിഞ്ഞപ്പോ എല്ലാ പുഷ്പങ്ങളെയും ചുട്ടുകരിക്കുന്ന അവസ്ഥ ഉണ്ടാകാൻ പാടില്ല. വ്യത്യസ്ത പുഷ്പങ്ങൾ ഉണ്ടാവണം, വ്യത്യസ്ത ചിന്തകൾ ഉണ്ടാവണം. ഏത് വിഷയത്തെക്കുറിച്ചും അതിനൊരു പരിമിതി, മനുഷ്യന്മാർക്ക് ചില പരിമിതികളുണ്ട് എന്നതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചു തന്നിരിക്കുന്നു. അതാണ് ഖുർആനും സുന്നത്തുമൊക്കെ. അതൊരു ചട്ടക്കൂടാണ്. ആ ചട്ടക്കൂടിനുള്ളിൽ അവിടെയും അന്ധമായി അനുകരിക്കാൻ ഖുർആൻ പറയുന്നില്ല. ആ ചട്ടക്കൂടിനുള്ളിൽ നിന്നുകൊണ്ട് ചിന്തിക്കണം. എന്നിട്ട് ശരിയായ വഴി ഏതാണ്, ശരിയായ അഭിപ്രായം ഏതാണ് എന്നതൊക്കെ അങ്ങനെ കണ്ടെത്താനാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്. ഇതാണ് മനുഷ്യന്റെ ബുദ്ധിക്ക് അല്ലാഹു നൽകിയിരിക്കുന്ന പ്രാധാന്യം, അല്ലെങ്കിൽ ബുദ്ധിപരമായ ചിന്തക്ക് സ്വാതന്ത്ര്യം അല്ലാഹു നൽകിയിരിക്കുന്നു. അത് തടയിടാൻ ആർക്കും അവകാശമില്ല. അങ്ങനെ ചിന്തിക്കാൻ പാടില്ല എന്ന് പറയുന്നു. ചിന്തകൾ എത്ര വൈവിധ്യത്തോടുകൂടി ഉണ്ടാകുന്നുവോ അത്രയും സമൂഹം ഉന്നതിയിലേക്ക് പോകുമെന്നാണ് അതിനർത്ഥം. സാംസ്കാരികമായി അവർ വളരുന്നു എന്നതിന്റെ വ്യക്തമായ തെളിവാണ് ചിന്താപരമായ വൈവിധ്യം. ചിന്താപരമായ വൈവിധ്യത്തെ നാം ഭയപ്പെടേണ്ടതില്ല എന്നർത്ഥം. എന്നാൽ ഒരു വ്യക്തിയും അവരവരുടെ അഭിപ്രായത്തിൽ, പ്രത്യേകിച്ചും വ്യത്യസ്ത വീക്ഷണങ്ങൾ ഉണ്ടാകാവുന്ന വിഷയങ്ങളിൽ തന്റെ അഭിപ്രായം 100% ശരിയാണെന്ന് പറഞ്ഞുകൊണ്ടുള്ള തഅസ്സുബ്, പക്ഷപാതിത്വം, അതുണ്ടാവാൻ പാടില്ല. ആർക്കും ഒരു പക്ഷപാതിത്വം ഉണ്ടാകാൻ പാടില്ല.
എനിക്ക് സാധ്യമാകുന്നിടത്തോളം ഞാൻ എത്തിച്ചേർന്നിരിക്കുന്ന ചിന്താപരമായ എൻ്റെ അവസ്ഥയാണിത്, അല്ലെങ്കിൽ എൻ്റെ വിവരമാണിത്. ഒരുപക്ഷെ മറ്റൊരാൾക്ക് മറ്റൊരു വിവരം ഉണ്ടാകാം, അതും ശരിയാവാം എന്ന ഈ അവകാശം അവർക്ക് വകവെച്ചു കൊടുക്കണം. അത് വകവെച്ചു കൊടുക്കുമ്പോൾ മാത്രമേ ചിന്താ സ്വാതന്ത്ര്യം ഉണ്ടാകുന്നുള്ളൂ. ഇല്ലെങ്കിൽ ഒരു ഏകാധിപത്യ സ്വഭാവമാണ് അതിനുണ്ടാവുക. ഞാൻ വിചാരിച്ചത് മാത്രം ഫിർഔൻ പറഞ്ഞതുപോലെ അഹ്ദീകും ഇലാ സവാഇർ റശാദ്, ഞാൻ നിങ്ങളെ നേരായ വഴിയിലേക്കാണ് നയിക്കുന്നത്, മൂസ നിങ്ങളെ ഫിത്നയിലേക്ക് നയിക്കുകയാണ്, അതുകൊണ്ട് അതൊക്കെ നിങ്ങൾ ഒഴിവാക്കിയിട്ട് ഈ നേരായ വഴിയിലേക്ക് എന്റെ കൂടെ പോന്നോളൂ എന്ന് പറയുന്ന ചിന്തയാണത്. അതല്ല, വൈവിധ്യമാർന്ന ചിന്തകൾ ഉണ്ടാവുക, അത് അംഗീകരിക്കുക, അതിൽ നിന്നൊക്കെ പഠിക്കാൻ വല്ലതും ഉണ്ടാകും. ആ ഉള്ളത് പഠിക്കാനുള്ളത് പഠിക്കുക, കൊള്ളുക. കൊള്ളാനില്ലാത്ത ഒന്നുമില്ല ഈ ദുനിയാവിൽ. മുൾച്ചെടിയിലും എന്തെങ്കിലുമൊക്കെ കൊള്ളാനുണ്ടാകും. ആ കൊള്ളാനുള്ളത് കൊള്ളുകയും തള്ളാനുള്ളത് തള്ളുകയും ഒക്കെ ചെയ്തുകൊണ്ടുള്ള ഒരു വിവേചന ബുദ്ധി മനുഷ്യൻ സൂക്ഷിക്കണം. ഇതാണ് പരിശുദ്ധ ഖുർആൻ ഈ രംഗത്ത് പഠിപ്പിക്കുന്നത്. ലോകം ഇത് അംഗീകരിച്ചിട്ടുണ്ടെങ്കിലും ഫലത്തിൽ അംഗീകരിച്ചിട്ടില്ല. ഇൻഷാ അല്ലാഹ് അത് ഞാൻ അതിനെക്കുറിച്ച് അല്പം വിശദീകരണം അടുത്ത പ്രാവശ്യം പറയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിന്റെ മാർഗം ശരിയായ രൂപത്തിൽ കണ്ടെത്തി ആ മാർഗത്തിൽ ചരിക്കുവാൻ നമുക്കവൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നു പോകുന്ന വീഴ്ചകൾ, കുറവുകൾ അള്ളാഹു പുറത്ത് മാപ്പാക്കി തരികയും ഇഹത്തിലും പരത്തിലും അവൻ അനുഗ്രഹിച്ച, അവന്റെ പ്രത്യേകം അവൻ അനുഗ്രഹം നൽകിയ അവന്റെ നല്ലവരായ സൃഷ്ടികളുടെ കൂട്ടത്തിൽ അവൻ നമ്മെ ഉൾപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. നമുക്ക് ഇഹത്തിലും പരത്തിലും പലതരത്തിലുള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കേണ്ടി വരുന്നുണ്ട്. മാനസികമായും ചിന്താപരമായും ശാരീരികമായും മറ്റുമൊക്കെ മൊത്തം മുസ്ലിം ലോകത്തിന് തന്നെ ഇങ്ങനെയുള്ള പല വിഷമങ്ങളും അനുഭവിക്കേണ്ടി വരുന്നുണ്ട്. ഒരുപക്ഷെ നമ്മുടെ കൂട്ടത്തിൽ നമ്മെ നയിക്കുന്നവരുടെ കൊള്ളരുതായ്മയൊക്കെ ആയിരിക്കാം ഇതിനൊക്കെ കാരണം. എന്നാലും പടച്ച തമ്പുരാനായ നാഥ, നീ ഞങ്ങളെ കൈവിട്ട് കളയരുതേ തമ്പുരാനെ. ഞങ്ങൾക്ക് വേണ്ടി നീ അനുഗ്രഹം ചൊരിയണേ തമ്പുരാൻ. ഞങ്ങളുടെ തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ നീ പുറത്ത് മാപ്പാക്കി തരുകയും നിന്നിൽ വിശ്വസിക്കുകയും നിന്റെ പ്രീതി മോഹിച്ചുകൊണ്ട് പ്രവർത്തിക്കുകയും ചെയ്യുന്ന പാവങ്ങളായ ഞങ്ങളെ നീ സഹായിക്കുകയും ചെയ്യുമാറാകണേ തമ്പുരാന്. وأقول قولي هذا وأستغفر الله العظيم فاستغفروه إنه هو الغفور الرحيم.